നമസ്കാരം. 2025 വർഷം കഴിഞ്ഞ് 2026 ആയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. എല്ലാവർക്കും അടിപൊളി ഒരു വർഷമായിരിക്കട്ടെ 2026. 2025 സാധിക്കാത്ത ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് 2026 സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിങ് ഇവിടെ വെച്ച് ചെയ്യും. കഴിഞ്ഞ 2024 നവംബറിലെങ്ങാനുമാണ് ഞാൻ ഇവിടെ വെച്ച് ട്രെയിൻ സ്പോട്ട് ചെയ്തത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ, ആദ്യമായിട്ട് മീൻസ് ഈ ഒരു ട്രെയിൻ റിലേറ്റഡ് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്ത വീഡിയോ ട്രെയിൻ സ്പോട്ടിംഗ് ആണ് ഇവിടെ ഏഴിമല വെച്ചിട്ട്. അപ്പം ഒരു കൊല്ലമായ സ്ഥിതിക്ക് ഒന്നുകൂടി ഇവിടെ വന്നിട്ട് ട്രെയിൻ സ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏഴിമല ഇപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് എക്സ്പ്രസ് വരുന്നുണ്ട്, 166-10 നമ്പർ, മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകുന്ന വണ്ടി. ഇവിടെ എത്തി വണ്ടി. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു P4 ആണ് ലോക്കോയെ. 223-57 നമ്പർ. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്പോട്ടിങ്ങിൻ്റെ ആദ്യത്തെ വണ്ടി ഇവിടെ ഏഴിമല എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് സ്പോട്ടിങ് കോഴിക്കോട് എക്സ്പ്രസ് 2013 മേഡ് കോച്ചാണ് കേട്ടത്. ഇതിൻ്റെ ഈ ട്രെയിൻ ബോർഡ് കണ്ടോ നിങ്ങൾ? മൊത്തം കോഡുകൾ എഴുതി വെച്ചിട്ടുള്ളത് CBE, MEQ, CLT, CHV. ഇതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ട്രെയിനിൽ കയറാൻ വന്നാൽ ഇത് എങ്ങോട്ട് പോകുന്ന ട്രെയിനാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? നിങ്ങൾ പറ. കണ്ടോ, കോഡ് എഴുതി വെച്ചിട്ട് മൊത്തം റൈഡ് ഷെയറിങ് മൊത്തം അതിനകത്തുണ്ട്. കണ്ടോ നിങ്ങൾ? എൻ്റെ പൊന്നെ, ഒരു നല്ല മര്യാദക്കുള്ള ബോർഡ് ഇതിന് വെച്ചുകൂടെ ഇവർക്ക്? നമ്മുടെ മലബാർ എക്സ്പ്രസ് വരുന്നുണ്ട് കേട്ടോ. ഒരു P7 ലോക്കോ, റോയപുരത്തിൻ്റെ. എന്ത് ലുക്കല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1 മിനിറ്റ് ഹോൾട്ടിന് ശേഷം നമ്മുടെ മലബാർ എക്സ്പ്രസ് ഏഴിമലയിൽ നിന്ന് ഡിപ്പാർട്ടായേ. 37-600 ലോക്കോയുടെ നമ്പർ. ഇപ്പം നമ്മുടെ മലബാർ എക്സ്പ്രസ്സിന് എപ്പോഴും P7 ലോക്കോ. മുമ്പ് P4 ആയിരുന്നു കേട്ടോ. ജനറലിനൊക്കെ നല്ല തിരക്കാണ്. ഇത് സ്ലീപ്പറൊക്കെ കാലിയായി. കോഴിക്കോട് കണ്ണൂർ വരെയൊക്കെ ഈ ട്രെയിൻ ആൾക്കാരുണ്ടാവുള്ളൂ സ്ലീപ്പറിന്. രാവിലെ തന്നെ എന്ത് കിടിലൻ ഫ്രെയിമാണ് നോക്ക് നിങ്ങൾ. എൻ്റെ പൊന്നെ, അവിടെ കണ്ടോ സൂര്യൻ നിൽക്കുന്നേ? നൈസേ. ഇങ്ങനെ മഞ്ഞുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ആ സൂര്യൻ അടിപൊളി, ഒരു രക്ഷയില്ല. ഏഴിമല ഇപ്പം ഞാൻ വന്നേ പിന്നെ 2 ട്രെയിൻ ഇപ്പം നിർത്തിയല്ലേ. ഒന്ന് കോഴിക്കോട് എക്സ്പ്രസ്സും ഒന്ന് മലബാർ എക്സ്പ്രസ്സും. ഇനിയിപ്പോൾ ഇവിടെ നിർത്തുന്ന വണ്ടി കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് വന്ന പാസഞ്ചറാണ്. അത് കുറച്ച് കഴിയുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് വന്ന എക്സ്പ്രസ് 163-47. അങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ നിർത്തും. ഇനി 2 ട്രാക്കിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ പുല്ലുകൾ കണ്ടോ, നല്ല പച്ചപ്പുണ്ടേ. അതുകൊണ്ട് തന്നെ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ആ പച്ചപ്പിൻ്റെ ഇടയിലൂടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ മൊത്തം ഇങ്ങനെ കാട്. വേലിയുണ്ട്, പക്ഷെ ആ വേലിയുടെ ഉള്ളിലൂടെയും മുകളിലൂടെയൊക്കെ കാടിങ്ങനെ പുറത്തേക്ക് കയറി വരിക, ഉള്ളിലേക്ക് കയറി വരിക. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ പാമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല.
2026 നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ, ഉഷാറാക്കാം. കുറേ യാത്രകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഗോവയിലേക്കുണ്ട്, പിന്നെ ബാംഗ്ലൂരിലേക്കുണ്ട്. ആദ്യം ചെറിയ ചെറിയ യാത്രകളാണ്. ജനുവരിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് യാത്ര പോകാം. പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് LHB കോച്ചുകൾ ഉപയോഗിച്ചിട്ട് ഓടുന്ന പാസഞ്ചർ ട്രെയിനും ഓടാൻ വേണ്ടി തുടങ്ങുകയാണ്. ജനുവരി 15 നാഗർകോയിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് വരുന്ന പാസഞ്ചർ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ LHB ട്രെയിൻ, അതായത് LHB കോച്ചുകൾ വെച്ചിട്ട് ഓടുന്ന പാസഞ്ചറാണത്. അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യും. അതുപോലെ വെസ്റ്റ് കോസ്റ്റ് LHB ആവുന്നുണ്ട്, ചെന്നൈ സെൻട്രൽ മെയിൽ ആവുന്നുണ്ട്, പിന്നെ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് ആവുന്നുണ്ട്, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആവുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. വെസ്റ്റ് കോസ്റ്റിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേത് ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റിൻ്റെ അത് ഞാൻ ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ നമ്മുടെ ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയത്. 7:55 കണ്ണൂരിൽ കയറേണ്ട വണ്ടി. അത് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഇനിയിപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വണ്ടി ഏതാ വരേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നേത്രാവതിയാണ്. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി. ഏകദേശം 2 മണിക്കൂർ ലേറ്റാണ് വണ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ പയ്യന്നൂർ കാസർഗോഡ് ഭാഗത്തേക്കാണെങ്കിൽ കണ്ണൂർ മംഗലാപുരം സെൻട്രൽ പാസഞ്ചർ, പിന്നെ മംഗലാപുരം എക്സ്പ്രസ്, അങ്ങനെ കുറേ വണ്ടികൾ വരാനുണ്ട് ഇപ്പോൾ. ഏഴിമല ഈ ഒരു സ്ട്രെച്ചിൽ ട്രെയിനുകൾക്ക് പോകാൻ പറ്റുന്ന പരമാവധി MPS എന്ന് പറയും, അതായത് മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്നാണ് പറയുന്നത്. അത് 100 km/h ആണ്. അതിൻ്റെ ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത്, ആ സിമ്പിൾ 100 കണ്ടോ. അത് അപ്പോൾ ഇതിലൂടെ ട്രെയിനുകൾക്ക് 100 km/h വേഗതയിൽ പോകാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ഷൊർണൂർ കാസർഗോഡ് ആ ഒരു സ്ട്രെച്ച് അധികം വൈകാതെ തന്നെ ഇപ്പോൾ ഉള്ള 110 നിന്ന് 130 സ്പീഡ് അപ്ഗ്രേഡേഷൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പണികൾ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു സ്ട്രെച്ചിൽ കുറേ പാലങ്ങളുടെ പണിയും ട്രാക്കും മാറ്റി, പിന്നെ സ്ലീപ്പറും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല അടിപൊളിയാക്കുന്നുണ്ട്. 130 പോകാൻ വേണ്ടി പറ്റുന്ന ആ ഒരു സംവിധാനം ഇപ്പം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ട്രെയിനുകൾ 130 പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞൊരു 4-5 ദിവസം മുന്നേ ടാറ്റാ നഗർന്ന് എറണാകുളത്തേക്ക് വരുന്ന എക്സ്പ്രസിൻ്റെ 2 AC കോച്ചുകൾക്ക് തീപിടിച്ച ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ വിചാരിക്കാത്ത ദുരന്തങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിനുകൾക്കും കാറിനും എല്ലാത്തിനും ഇപ്പോൾ തീ പിടിച്ചുകൊണ്ടിരിക്കുക ഓടുന്ന സമയത്ത്. എന്തൊക്കെ ദുരന്തങ്ങളാണ് വിചാരിക്കാത്ത സമയത്ത് ഇങ്ങനെ വരുന്നത്. നമ്മൾ വിചാരിച്ച് നോക്കിയാൽ ഒന്നും അറിയാതെ ഇങ്ങനെ കിടന്നുറങ്ങുമല്ലേ, നല്ല ടയേർഡായിട്ടൊക്കെ ഉറങ്ങുന്നതാണെങ്കിൽ ഒന്നും അറിയില്ല. തീ പിടിക്കുന്നതൊക്കെ എങ്ങനെ അറിയാനാണ്. എന്തോ ഭാഗ്യത്തിന് വലിയൊരു ദുരന്തം ഒഴിവായി. 2 മണിക്കൂർ 15 മിനിറ്റ് ലേറ്റായിട്ട് ഓടുന്ന നേത്രാവതി വരുന്നുണ്ടേ. അങ്ങനെ നേത്രാവതി എക്സ്പ്രസ് ഇപ്പോൾ ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയി. 2.25 മണിക്കൂർ ലേറ്റാണ് കേട്ടോ വണ്ടി. റോയപുരത്തിൻ്റെ ഹൈറേസ് പാൻറ്റോഗ്രാഫ് ഒക്കെ ഉള്ള ഒരു WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ. 307-83 നമ്പർ. ഈ ഏഴിമല സ്റ്റേഷൻ കഴിഞ്ഞ് പയ്യന്നൂരേക്ക് പോകുമ്പോൾ ഒരു പഴയ റെയിൽവേ ട്രാക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കാണുന്നുണ്ടോ? ഇതുണ്ട്, ഈ ഒരു സൈഡിലൂടെ അങ്ങോട്ടേക്ക് പോകുന്ന ട്രാക്ക്. അതിലൂടെയായിരുന്നു മുമ്പ് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് തൊട്ടിപ്പുറത്തായിട്ട് പുതിയൊരു ട്രാക്ക് ആക്കിയിട്ടുണ്ട്. അത് പുതിയ ട്രാക്ക് എന്തിനാക്കി വെച്ചാൽ അങ്ങ് അവിടെയായിട്ട് പുതിയൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട്. പെരുമ്പപ്പുഴ അതിലൂടെ പോകുന്നുണ്ട്. ചങ്കുരിച്ചാൽ ഓൾഡ് റെയിൽവേ ബ്രിഡ്ജ് പറഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്, പഴയ റെയിൽവേ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് വഴി പോകുന്നതാണ് ഈ പഴയ ട്രാക്ക് എന്ന് പറയുന്നത്. ആ ബ്രിഡ്ജ് പഴയതായതുകൊണ്ട് പുതിയ പാലം നിർമ്മിക്കുന്ന സമയത്ത് ട്രാക്ക് ഇപ്പുറത്തൂടെ ആക്കിയിട്ട് പുതിയ പാലം വഴി ആക്കി. അങ്ങനെ ആയത് കേട്ടോ. കണ്ണൂർ മംഗളൂരു സെൻട്രൽ പാസഞ്ചർ വന്നിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഒരു WP4 ലോക്കോ 250-29 നമ്പർ. അത് അങ്ങ് കൊണ്ടുപോയി നിർത്തി. അത് ചെറിയ വണ്ടിയാണ്, അധികം കോച്ചുകളൊന്നും ഇല്ല വണ്ടിക്ക്, അതുകൊണ്ട് ഇങ്ങ് അറ്റത്ത് എത്തിയില്ല.
ഇപ്പോൾ പോയ കണ്ണൂർ മംഗലാപുരം സെൻട്രൽ പാസഞ്ചറിൻ്റെ ട്രെയിൻ നമ്പർ മാറിയിട്ടുണ്ട്. ജനുവരി 1 തൊട്ട് 56703 എന്ന നമ്പറിലാണ് കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് സർവീസ് നടത്തുന്നത്. മുമ്പ് ഈ വണ്ടിയുടെ നമ്പർ ഉണ്ടായിരുന്നത് 56717 എന്നായിരുന്നു. അതുപോലെ തിരിച്ച് മംഗലാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ 56704 നമ്പറായിട്ടാണ് ജനുവരി 1 തൊട്ട് ഈ വണ്ടി ഓടുന്നത്. പഴയ നമ്പർ ഉണ്ടായിരുന്നത് 56718 എന്നായിരുന്നു. 16160 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വരുന്നുണ്ടേ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ഏഴിമല സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞപാടെ തന്നെ നമ്മുടെ മംഗലാപുരം എക്സ്പ്രസ് വന്നിട്ടുണ്ട്. 16347 നമ്പർ, തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. റോയപുരത്തിൻ്റെ ഒരു WP7 ആണ് ലോക്കോ. 30367 നമ്പർ. ജനറലിനൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇനി പയ്യന്നൂരിൽ നിന്നൊക്കെ ഈ വണ്ടിക്ക് ആൾക്കാർ കയറും ജനറല്. ഇതൊക്കെ ഫുള്ളാണല്ലോ, സ്റ്റാൻഡിങ് ഒക്കെയാ ജനറല്. രാവിലെ സമയത്ത് ഓഫീസിൽ പോകുന്ന ആൾക്കാരും സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും ഈ ട്രെയിനിൽ. പിന്നെ മറ്റേ മംഗലാപുരം പാസഞ്ചറിലും അത്യാവശ്യം ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. എന്ത് രസമല്ലേ LHB കോച്ചുകൾ ഇങ്ങനെ പോകുന്നതാണ്. ഒരു കരിപിടിച്ച AC കോച്ച് പോകുന്നു. 3rd AC അതെ, അടുത്തത് A1 2nd AC കരിപിടിച്ച കോച്ച്. അടിപൊളി. ഇപ്പോൾ പോയ മംഗലാപുരം എക്സ്പ്രസ്സിന് മംഗലാപുരം എത്തിയിട്ട് ഉച്ചയ്ക്ക് ശേഷം മുംബൈ LTTയിലേക്ക് പോകുന്ന മത്സ്യഗന്ധയായിട്ട് പോകും കേട്ടോ. ആ വണ്ടിയായിട്ട് റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയത്. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ് ഇത്. 16160 ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സും അത്യാവശ്യം സ്പീഡിൽ തന്നെ ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയതേ. ഒരു ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WP7 തന്നെയായിരുന്നു അതിൻ്റെ ലോക്കോ. അതിനെപ്പോഴും WP7 തന്നെയാണ്. അവിടെ ഇവിടെ നിർത്തി പോകുന്ന വണ്ടിയല്ല. അതുകൊണ്ട് ഫാസ്റ്റായിട്ടുള്ള ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് WP7 കൊടുത്തത്. നമ്മുടെ മലബാർ എക്സ്പ്രസ്സിനും അതുപോലെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എപ്പോഴും WP7 ആണ് ലോക്കോ. ഈ ഒരു ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിൻ്റെ ആ വണ്ടിയുടെ ലോക്കോ പൈലറ്റ് ഒരു അക്നോളജ്മെൻ്റ് ഒക്കെ തന്നേ, ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഏഴിമല റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള കെട്ടിടമാണ് നിങ്ങൾ കാണുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു കെട്ടിടം. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനായത്. പയ്യന്നൂരിനും പഴയങ്ങാടിക്കും ഇടയിലുള്ള ചെറിയൊരു ഹോൾട്ടിംഗ് റെയിൽവേ സ്റ്റേഷനാണ് ഏഴിമല എന്ന് പറയുന്നത്. പഴയ ബിൽഡിംഗ് അങ്ങ് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഗേറ്റ് കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു പാർക്കിംഗ് സ്പേസ് പോലെ ഉണ്ട്. എൻ്റെ വണ്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ കുറച്ച് കടകൾ, വിസ്മയ ഫുഡ് സ്റ്റഫ്, ചിക്കൻ സ്റ്റാള്, തട്ടുകട, ശ്രീമുത്തപ്പൻ തട്ടുകട, അങ്ങ് അവിടെയും 2 ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയായിട്ട് വലിയൊരു നല്ല തടിച്ചൊരു മരം നിൽക്കുന്നുണ്ട്. ഇവിടെ ഏഴിമല ട്രാക്കിൻ്റെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. നമ്മുടെ തിരുനെൽവേലി ഹംസഫർ വരുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ സ്പോട്ടിങ്ങിന് വന്നിട്ട് ആദ്യത്തെ WP5 കണ്ടിരിക്കുകയാണ്. കുറേ നാളായി ഒരു WP5 കണ്ടിട്ട്. വഡോദര ലോക്കോ ഷെഡിൻ്റെ ഒരു WP5 ആയിരുന്നു. 30193 നമ്പർ. പോയ വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഗാന്ധിധാമെന്ന് തിരുനെൽവേലിക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസ് ആണേ. മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് വരുന്നുണ്ടേ.
ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WP4 222-49 നമ്പറായിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പോയത് ഏറനാട് എക്സ്പ്രസ് ആണ്. അതൊരു 100 കിലോമീറ്റർ വേഗതയിലായിരിക്കും പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 100 ഉണ്ടായിരുന്നില്ല, ഒരു 80-85 ആ ഒരു സ്പീഡേ ഉണ്ടായിരുന്നുള്ളൂ. 85 തന്നെ ഉണ്ടായിരുന്നോന്ന് ഡൗട്ടുണ്ട്. പിന്നെ പഴയങ്ങാടി സ്റ്റോപ്പ് ഉണ്ട് വണ്ടിക്ക്, അതുകൊണ്ടായിരിക്കും മെല്ലെ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റിലുണ്ടായിരുന്ന കോച്ച് ഒരു AC ചെയർ കാർ കോച്ചാണ്. അത് എക്സ്ട്രാ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ക്രിസ്മസിൻ്റെ സമയത്തെങ്ങാനും. പാവങ്ങളുടെ രഥം എന്നാണ് ഗരീബ് രഥ് എക്സ്പ്രസ് അറിയപ്പെടുന്നത്. അതിൽ ഒരെണ്ണമായിട്ടുള്ള മുംബൈ LTTന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന ഗരീബ് രഥാണ് ഇപ്പം ഏഴിമല സ്കിപ്പടിച്ചിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോയത്. വിശാഖപട്ടണം ഇലക്ട്രിക് ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ആയിരുന്നു ഗരീബ് രഥിൻ്റെ ലോക്കോ. 37122 എന്നാണ് ആ ഒരു ലോക്കോയുടെ നമ്പറെ. VSKPയുടെ ലോക്കോ കണ്ടിട്ട് കുറച്ച് നാളായി, അതും ഇന്ന് കാണാൻ വേണ്ടി പറ്റി. എന്തായാലും അടിപൊളി. ചെന്നൈ സെൻട്രിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് മെയിലാണ് ഇപ്പം സ്കിപ്പ് അടിച്ചിട്ട് പോയത്. അതിനി പയ്യന്നൂരാണ് സ്റ്റോപ്പ് ഉള്ളത്. അരക്കോണത്തിൻ്റെ ഒരു P4 ആയിരുന്നു അതിൻ്റെ ലോക്കോ. പിന്നെ ഈ വണ്ടി ഫെബ്രുവരിയിൽ LHB ആവുകയാണ് കേട്ടോ. ഈ വണ്ടിയും വെസ്റ്റ് കോസ്റ്റും. ഇപ്പം മാവേലിയും മലബാറൊക്കെ ഈ വണ്ടിയായിട്ട് റൈഡ് ഷെയറിങ് ഇപ്പോൾ ഉണ്ട്. അത് LHB ആവുന്ന സമയത്ത് ക്യാൻസൽ ആക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള വണ്ടിയായിട്ട് റൈഡ് ഷെയറിങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വണ്ടിയും, അതായത് ചെന്നൈ മെയിലും പിന്നെ വെസ്റ്റ് കോസ്റ്റും മാത്രമായിരിക്കും ഇനി റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയായിട്ട് മാറുന്നത്. മാവേലി മലബാറൊക്കെ പഴയ പോലെ ICFൽ തന്നെ ഓടും. ഈ ഒരു ചെന്നൈ മെയിലിൻ്റെ ICFൽ നമ്മളൊരു യാത്ര ചെയ്യുന്നുണ്ട്. മംഗലാപുരത്ത് നിന്ന് പയ്യന്നൂർ വരെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയതാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാമെന്ന്. ആദ്യം ഈ വണ്ടി ജനുവരി 19 LHB ആയിട്ട് ഓടുന്നതാണ് ഡിക്ലറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്, ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഡേറ്റ് പിന്നീട് മാറ്റിയതാണ് റെയിൽവേ. ഇനി ഫെബ്രുവരിയിലാണ് ഈ വണ്ടി LHB ആവുന്നത്. പിന്നെ എന്തായാലും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ട, ICFൽ ഒരു യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്, P4 ലോക്കോ. KSR ബംഗളൂരു നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ്സാണ് ഇപ്പോൾ സ്കിപ്പ് അടിച്ചിട്ട് പോയത്. അരക്കോണത്തിൻ്റെ ഒരു P4 തന്നെയായിരുന്നു അതിൻ്റെ ലോക്കോ. P4 കയറ്റുന്നത് മംഗലാപുരത്ത് നിന്നാണ്. മംഗലാപുരം KSR തൊട്ട് മംഗലാപുരം വരെ ഡീസൽ ലോക്കോ ആണ് ഈ വണ്ടിക്ക്. എന്നിട്ട് മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ വരെ ഇലക്ട്രിക് കയറ്റി വിടും. മംഗലാപുരം കോയമ്പത്തൂർ എക്സ്പ്രസ് വരുന്നുണ്ട്, 163-24 നമ്പർ. ഈ വണ്ടിക്ക് ഏഴിമലയിൽ നിന്ന് കയറാനായിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ് വണ്ടിക്ക്. സ്റ്റാൻഡിങ് ഒന്നുമില്ല, സീറ്റൊക്കെ ഫുള്ളാണ്. കോയമ്പത്തൂർ എക്സ്പ്രസ് അങ്ങനെ ഇവിടുന്ന് ഏഴിമലയിൽ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് പോയി. 200 കിലോമീറ്ററിന് മുകളിൽ ഓടുന്നതുകൊണ്ട് മാത്രം എക്സ്പ്രസ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ കോയമ്പത്തൂർ എക്സ്പ്രസ്. കാരണം എല്ലാ സ്റ്റേഷനിലും നിർത്തി ഇങ്ങനെ വെറുപ്പിച്ച് പോകുന്നൊരു വണ്ടിയായത്. 163-24 മംഗലാപുരം സെൻട്രലിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന എക്സ്പ്രസ്. ഈ വണ്ടി വരുന്നതിന് തൊട്ട് മുമ്പ് അപ്പുറത്തൂടെ പോയില്ലേ, അത് നമ്മുടെ
കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ഇൻ്റർസിറ്റിയാണ് നമ്മുടെ ഈ ഒരു ഷൊർണൂർ കാസർഗോഡ് മംഗലാപുരം റൂട്ടിലെ ഒരു റോക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയ റോക്കറ്റ് എന്ന് വിളിപ്പേരുള്ള ഒരു ഇൻ്റർസിറ്റിയാണ്, ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇനി ഇവിടെ ഏഴിമല സ്കിപ്പ് ചെയ്ത് പോകാനുള്ള വണ്ടി മംഗലാപുരത്ത് നിന്ന് ചർലപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു AC സ്പെഷ്യലാണ്. അത് ഇവിടെ റെയിൽവേ ക്രോസിംഗ് ഒക്കെ അടച്ചു, ഇപ്പോൾ വരുമായിരിക്കും. മിക്കവാറും ഒരു G9 ആയിരിക്കും ലോക്കോ ഉണ്ടാവുക, നോക്കാം. ഇപ്പോൾ ഈ ഒരു റൂട്ടിൽ ഗുഡ്സ് ട്രെയിൻ വളരെ കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നേ പിന്നെ ഒരെണ്ണം പോലും പോയില്ല. അന്ന് മറ്റേ ജഗന്നാഥ് ടെമ്പിൾ ഗേറ്റിൽ ട്രെയിൻ സ്പോട്ട് ചെയ്തില്ലേ, അന്നും ഒറ്റൊരെണ്ണം മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഗുഡ്സ് ട്രെയിൻ അങ്ങനെ വരുന്നേ ഇല്ല. മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വന്നപ്പോൾ ഒരുപാട് ഗുഡ്സ് ട്രെയിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണാൻ പോലും ഇല്ല. പൂജ്യം 7270 നമ്പർ മംഗലാപുരം സെൻട്രലിൽ നിന്നും ചർലപ്പള്ളിയിലേക്ക് പോകുന്ന ഒരു AC സ്പെഷ്യൽ വണ്ടിയാണ് ഇപ്പം അങ്ങോട്ടേക്ക് പോയത്. ലാലാഗുഡ ലോക്കോ ഷെഡിൻ്റെ കവച് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു G9 ആയിരുന്നു അതിൻ്റെ ലോക്കോ. ഞാൻ പറഞ്ഞില്ലേ G9 തന്നെ ആയിരിക്കും എന്ന്. കാരണം സ്പെഷ്യൽ വണ്ടിക്ക് എപ്പോഴും ഈ ഒരു G9 തന്നെയാണ് കൊടുക്കുന്നത്. വല്ലപ്പോഴും എന്തെങ്കിലും അബദ്ധം പറ്റിയാലും മാത്രം WP7ഉം WP4 ഒക്കെ കൊടുക്കും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു G9 മാത്രമേ സ്പെഷ്യൽ ഉണ്ടാവുള്ളൂ ഗൈസ്. എന്താ അല്ലേ, അതൊരു കവച് ഫിറ്റഡ് ആയിട്ടുള്ള ലോക്കോ ആണ് കേട്ടോ. അരമണിക്കൂറിന് മേലായിട്ട് ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക, കട്ട പോസ്റ്റാ. ബോറടിച്ചിട്ട് വയ്യ. ഇങ്ങനെ തന്നെയാണ് ട്രെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്നത്. ബോറടിച്ചിട്ട് ഇങ്ങനെ ചാവും ചില സമയത്ത്. ട്രെയിനുകളൊന്നും ഇല്ലെങ്കിൽ വെയിലും ചൂടും ഒക്കെ ആയിട്ട് ഭയങ്കര ബോറടിയായിരിക്കും. ഇങ്ങനെ നമ്മളെപ്പോലത്തെ കുറച്ച് പ്രാന്തന്മാർക്ക് മാത്രമേ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റുള്ളൂ ഈ ട്രെയിൻ സ്പോട്ട് ചെയ്തിട്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്രയും ആൾക്കാർ മാത്രമേ ഇതുപോലത്തെ ഈ ഫുൾ ഡേ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാറുള്ളൂ. കാരണം ഭയങ്കര ബോറടിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള വണ്ടി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരതാണ്. അത് കണ്ണൂർ 12:03 കയറേണ്ട വണ്ടിയാണ്. അത് 1 മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റാണ്. 53-55 മിനിറ്റ് ലേറ്റാണ് വന്ദേ ഭാരത്. ഏറ്റവും ഹൈ പ്രയോറിറ്റി കിട്ടുന്ന വണ്ടിയല്ലേ വന്ദേ ഭാരത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഷൊർണൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള സ്ട്രെച്ച് പണി നടക്കുന്നതുകൊണ്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് വണ്ടിക്ക് പതുക്കെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. സ്ലാക്ക് ടൈം അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് വണ്ടി. രാവിലെ ഞാൻ ടാറ്റാ നഗർ എറണാകുളം എക്സ്പ്രസിൻ്റെ AC കോച്ചിന് തീപിടിച്ച കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ദുരന്തത്തിൽ ഒരാൾ മരിച്ചിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോഴാണ് ഒരാൾ മരിച്ചത് കണ്ടത്. ഒരു 70 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ് മരിച്ചത്. പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കഷ്ടമായി പോയല്ലത്. AC കോച്ചായതുകൊണ്ട് തീയൊക്കെ പിടിച്ചാൽ വിൻഡോ ഒക്കെ ക്ലോസ്ഡ് അല്ലേ, ഗ്ലാസ് അല്ലേ, അപ്പോൾ പുകയൊക്കെ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കില്ലേ, അങ്ങനെ ശ്വാസം മുട്ടി അങ്ങനെ എന്തെങ്കിലും മരിച്ചതായിരിക്കും. വയസ്സായ ആളല്ലേ, പെട്ടെന്ന് ശ്വാസം കിട്ടാതെയൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ അമ്മേ ഭയങ്കര പാവല്ലേ. അവർക്ക് ആദരാഞ്ജലികൾ നേരെയാണ്. മംഗളൂരു സെൻട്രൽ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. ഒരു WP4 ആണ് ലോക്കോ. ഈ കാണുന്നത് ഏഴിമല സ്റ്റേഷൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്. അതായത് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ള ഒരു സൈഡ്. ഇവിടെ റോഡ് പണിയുടെ മെറ്റലും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് കാണുന്നത്. എന്താ മറ്റേ സിമെൻറ്റ് കുഴക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ, മൊത്തം പണിയെടുക്കുന്ന സാധനങ്ങൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഏഴിമല സ്റ്റേഷനിലെ പഴയ കെട്ടിടമാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് അതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ ചുമരും കാര്യങ്ങളൊക്കെ പഴയതാണ് കേട്ടോ. മുമ്പ് ഓടുണ്ടായിരുന്നു കണ്ടോ, അവിടെ താഴെ ഓട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് പ്രിസർവ് ചെയ്ത് വെക്കുന്ന കെട്ടിടമാണ്. സ്റ്റേഷൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഉൾവശം കണ്ട ഞങ്ങൾ. ടിക്കറ്റ് കൗണ്ടറൊക്കെ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. മുമ്പ് മൊത്തം ഇങ്ങനെ മാറാല പിടിച്ച് കിടക്കുക. വണ്ണാമ്പല എന്ന് പറയും നമ്മൾ കണ്ണൂർക്കാർ. പഴയ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഈ സ്റ്റേഷനിൽ നിന്നും താഴെ പറയുന്ന സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് വില വിവരപ്പട്ടിക. മലയാളം വായിക്കാനൊന്നും പറ്റണമില്ല. സീസൺ ടിക്കറ്റിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയ ബിൽഡിംഗ് കാണാൻ എന്ത് രസമല്ലേ. പഴയത് തന്നെ എപ്പോഴും. ഓൾഡ് ഈസ് ഗോൾഡ്.
ഇതുണ്ട് ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ഒരു റൂം കാണുന്നുണ്ടോ? അത് ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒന്നുമില്ല. മുമ്പ് ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററും പോയിൻറ്റ്സ്മാനും ആരുമില്ല. ടിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇവിടെ ട്രെയിൻ വരുന്ന ആ ഒരു സമയത്ത് മാത്രം ഒരാൾ വരും. എന്നിട്ട് ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അവർ പോവും. ഈ കാണുന്നതാണ് ഏഴിമല റെയിൽവേ സ്റ്റേഷനിലെ FOB, ഫുട് ഓവർ ബ്രിഡ്ജ്. അത്യാവശ്യം നല്ല വീതിക്ക് പണിതിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന കെട്ടിടം സ്കൂളാണ് കേട്ടോ. UP സ്കൂളാണ്, ഗോപാൽ UP സ്കൂൾ. 7ാം ക്ലാസ് വരെയുള്ള സ്കൂള്. അവിടെ പിള്ളേരുണ്ട്. വെക്കേഷൻ ടൈമിൽ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഈ ഏഴിമല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അത്യാവശ്യം എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമായിരിക്കും. അതിന് കാരണം ഒറ്റൊന്നേ ഉള്ളൂ, ഇവിടുത്തെ ഇന്ത്യൻ നേവൽ അക്കാദമി INA. അത് ഇവിടെ ഏഴിമലയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലാർജസ്റ്റ് നേവി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ ഏഴിമലയിലുള്ളത് കേട്ടോ. അത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഈ ഒരു ഏഴിമല ഭയങ്കര ഫേമസ് ആവാനുള്ള കാരണം. ഇവിടെ സ്റ്റേഷന് ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. തുറന്നിട്ട് കുറേ ആയി തോന്നുന്നു. തുരുമ്പ് പിടിച്ചു മൊത്തം. പിന്നെ ഇതിലൂടെയും വഴിയാണ്. റോഡ് ഇങ്ങോട്ടേക്ക് റോഡ് ഉണ്ടെന്ന് പറയാം, പക്ഷെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. കണ്ടോ, മൊത്തം കാടാ. ഞാൻ ഇവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവിടെ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വന്നപ്പോഴും ഇവിടെ തന്നെ വന്നത് കേട്ടോ. ഈ ഒരു ചേട്ടൻ്റെ കടയാണ് ഇത്. ഇവിടെ ചോറില്ല, ബാക്കി പൊറോട്ടയും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഏഴിമല റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള മുത്തപ്പൻ്റെ മടപ്പുരയാണേ. ഏഴിമല മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം, കുഞ്ഞിമംഗലം. ഇവിടെയായിട്ട് മറ്റേ കുടിക്കുന്ന വെള്ളമുണ്ട് കേട്ടോ. വഴിയിലൂടെ പോകുന്ന ആൾക്കാർക്ക് എടുക്കാനും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാര്യമാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ പോയ കറക്റ്റ് സമയത്ത് 2 ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയി. ഒരു BCNAയും ഒരു ബോക്സിനുമാണ് പോയത്. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെ ഇവിടെ പോസ്റ്റ് അടിച്ചിരുന്നിട്ടും ഒരൊറ്റ ഫ്ലൈറ്റ് പോലും ഇങ്ങോട്ട് വന്നില്ല. എന്ത് ചതിയാ നോക്കണം. അങ്ങ് അവിടെ ആയിട്ട് റോഡ് പണി നടക്കുന്നുണ്ട്. എന്നിട്ട് പില്ലറിന് വെക്കാനുള്ള കമ്പിയാന്ന് തോന്നുന്നു ആ ക്രെയിൻ എടുത്തിട്ട് പോകുന്നത്. ആ റെയിൽവേ ക്രോസിങ്ങിൽ കടന്നു പോകുക ആ ക്രെയിൻ, ആ കമ്പിയും വലിച്ചിട്ട്. അങ്ങനെ മംഗലാപുരത്തേക്ക് പോകുന്ന ഏറനാട് എക്സ്പ്രസ് ഇപ്പോൾ സ്കിപ്പ് അടിച്ചിട്ട് പോയി. അതിന് ഇനി പയ്യന്നൂർ സ്റ്റോപ്പുള്ളൂ. പഴയങ്ങാടി കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂരാണ് അതിന് സ്റ്റോപ്പ്. ബുസാവലിൻ്റെ ഒരു WP4 ആയിരുന്നു അതിൻ്റെ ലോക്കോ കേട്ടോ. ഇനിയിപ്പം ഇവിടെ സ്കിപ്പ് അടിച്ചിട്ട് പോകേണ്ട വണ്ടി മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് മെയിലാണ്. അത് 3:40 ആകുമ്പോഴേ എത്തുള്ളൂ. ഇപ്പോൾ സമയം 3 മണി ആകുന്നേ ഉള്ളൂ. ഒരു 40 മിനിറ്റ് ഇനിയും പോസ്റ്റ്. ഈ ഷൊർണൂർ കോഴിക്കോട് ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ഒരു മലബാർ ഏരിയയിലേക്ക്, പ്രത്യേകിച്ച് പയ്യന്നൂർ തൊട്ട് ഈ കാസർഗോഡ് ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് ഏകദേശം 12 മണി കഴിഞ്ഞാൽ പിന്നെ 2-2.5 മണിക്കൂർ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് ട്രാക്ക്. ഒരൊറ്റ പാസഞ്ചർ ട്രെയിൻ പോലും ഇല്ല. ഇങ്ങനെ എംപ്റ്റി ആണ്. ഒരാൾക്ക് പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ട്രെയിൻ ഇല്ല ആ സമയത്ത്. ഒരൊറ്റ ട്രെയിൻ പോലും ഇല്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് വന്ന ഏറനാട് എക്സ്പ്രസ് ആണ്. അതിവിടെ ഏകദേശം നമ്മുടെ കണ്ണൂർ 2:10, 2:15 ആകുന്ന സമയത്ത് എത്തുന്ന വണ്ടിയാണ്. അത് പോയി കഴിഞ്ഞാലും പിന്നെയും 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ട്രെയിനുകൾ തമ്മിൽ. മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്നതാണെങ്കിൽ പിന്നെ വരുന്നത് നമ്മുടെ കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ് ആണ്. അതിന് 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ഏറനാടും മംഗലാപുരം എക്സ്പ്രസ്സും തമ്മിൽ. എന്താ അല്ലേ? ശരിക്കും നിങ്ങൾ തെക്കൻകാർ പറയുന്നില്ലേ നമുക്ക് വണ്ടിയില്ല എന്ന്. ശരിക്കും നമ്മുടെ ഈ മലബാർ ഏരിയയിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും സത്യത്തിൽ നമുക്കാണ് വണ്ടിയില്ലാത്തത്. ഉച്ചയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ കിടക്കുകയാണ്, ട്രെയിനുകളില്ല. ബ്രേക്കൊക്കെ അവിടെ ഇവിടെയും വെറുതെ ഇട്ടിരുന്നാലും ഇവർ വെറുതെ സ്പെഷ്യൽ സർവീസ് പോലും ഓടിക്കില്ല. അതാണ് റെയിൽവേയുടെ അവസ്ഥ. ജനങ്ങളുടെ വിധി, അല്ലാതെ എന്ത് പറയാനാ. ഈ ഒരു ഗ്യാപ്പിൽ ഒരു പാസഞ്ചർ ട്രെയിനൊക്കെ ഓടിക്കാവുന്നതേ ഉള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ദേ നോക്ക, അവിടെ 2 കീരികൾ കടി കൂടാൻ വേണ്ടി കളിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പ്ലാറ്റ്ഫോമിലൂടെ കീരിയൊക്കെ നടന്നു പോവുക, കാടല്ലേ.
ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന ട്രെയിൻ ഇവിടെ ഏഴിമല സ്റ്റോപ്പിലാണ്. നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് 163 നമ്പർ. അതിപ്പോൾ പഴയങ്ങാടിയിൽ നിന്ന് ഡിപ്പാർട്ടായി. ഇത് മംഗലാപുരം എക്സ്പ്രസ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ ഒരു WP1 ആണ് ലോക്കോ കേട്ടോ, മംഗലാപുരം എക്സ്പ്രസിൻ്റെ. ഈ കാണുന്ന കോച്ചുകളുടെയൊക്കെ ഓവർഹോൾ ഈയിടക്ക് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇതല്ല കേട്ടോ, ഇതിന് ഫ്രണ്ടിലുള്ള കോച്ച് നല്ല ഫ്രഷ് പെയിൻ്റാണ് ഉള്ളത്. MGR ചെന്നൈ സെൻട്രൽ മെയിലാണ് ഇപ്പോൾ നമ്മുടെ ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയത്. രാവിലെ ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് കയറി വന്ന സെയിം ലോക്കോ തന്നെയാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയത് കേട്ടോ. അരക്കോണത്തിൻ്റെ WP4 227-85 നമ്പർ. അങ്ങനെ ഫൈനലി നമുക്ക് ഗുഡ്സ് ട്രെയിൻ കിട്ടിയിരിക്കുകയാണ്. പൊളിച്ച് എൻ്റെ പൊന്നെ എത്ര കാത്തിരുന്നു അറിയോ ഒരു ഗുഡ്സ് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു BTPG LN ഫ്ലൈറ്റാണ് പോയത്. പിന്നെ ഹുബ്ബള്ളി ലോക്കോ ഷെഡിൻ്റെ ട്വിൻസ് G9 വെച്ചിട്ട് മറ്റേ LPG ഗ്യാസ് ഇല്ലേ, അത് കൊണ്ടുവന്നതാണ് ഈ BTPG LN ഫ്ലൈറ്റ്. 163-48 മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന എക്സ്പ്രസ് വരുന്നുണ്ട്. അതിനിവിടെ ഏഴിമല സ്റ്റോപ്പുണ്ട്. വണ്ടിക്ക് കയറാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് WP7 ആണല്ലോ. റോയപുരത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഈയിടയ്ക്ക് എങ്ങാനും ഓവർഹോൾ കഴിഞ്ഞ ലോക്കോയാണ് കേട്ടോ അത്. പുതിയ പെയിൻ്റ് അടിച്ചിട്ട്, പെയിൻ്റൊന്നും വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല, മൊത്തം അവിടെ ഇവിടെയും വെള്ള പെയിൻറ്റുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ജനറലൊക്കെ ഫുള്ളാണ് കേട്ടോ ഈ വണ്ടിക്ക് തന്നെ ഇങ്ങനെ. പിന്നെ മാവേലി മലബാറിനൊക്കെ പറയാനുണ്ടോ ജനറൽ. അങ്ങനെ ഏഴിമലത്ത് ഹോൾട്ടിങ്ങിന് ശേഷം വണ്ടി ഇവിടുന്ന് ഡിപ്പാർട്ടായി. ജനറലിന് തൊട്ട് പുറകിലുള്ളത് M2 ആണ്, 3rd AC എക്കണോമി. ഒരു 2021 മേട് വച്ച M1. ഇത് എക്കണോമിയാണ്, 2 എക്കണോമി ഉണ്ട്. A2 2nd AC, A1 2nd AC, ഇനി 3rd AC ആണ് B4. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ് ഇല്ലേ 163-48, ആ വണ്ടി കഴിഞ്ഞ ദിവസം മുംബൈ LTT നിന്ന് മംഗലാപുരത്തേക്ക് വരുന്ന മത്സ്യഗന്ധിയുടെ റേക്കാണ് മംഗലാപുരത്ത് എത്തിയിട്ട് നേരെ ആ ദിവസം വൈകുന്നേരം തന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് കേട്ടോ. ഇത് തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. ഇനി ഇത് തിരുവനന്തപുരത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തും. റോയപുരത്തിൻ്റെ P7 ഇപ്പോൾ ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയത് ഒരു തേപ്പ് വണ്ടിയാണേ. ഞാൻ തന്നെ ആ വണ്ടിക്കിട്ട പേരാണ് തേപ്പ് വണ്ടി എന്നുള്ളത്. ഒരുമാതിരി തേപ്പാണ്. സ്പെഷ്യൽ വണ്ടി പോലും തേക്കുന്ന ഒരു ട്രെയിനാണ് അത്. പിന്നെ പറയണ്ടല്ലോ തേപ്പ് വണ്ടിയാണെന്നുള്ള കാര്യം. ആ വണ്ടി 161-59 നമ്പർ ചെന്നൈ എഗ്മോറിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ്.
എനിക്കിപ്പോൾ കൂട്ടായിട്ട് 2 പേരും കൂടി ഉണ്ട്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വൈകുന്നേരം ആവുന്ന സമയത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വരുന്ന നല്ല വയസ്സായ ആൾക്കാരാണ്. പഴയ ഫ്രണ്ട്സ് ആയിരിക്കും ഇവരൊക്കെ. ഇപ്പോഴും വയസ്സാകുമ്പോൾ വെറുതെ വൈകുന്നേരം ആവുന്ന സമയത്ത് വർത്താനം പറയാൻ വേണ്ടി വരുന്നതായിരിക്കും. എന്താ അല്ലേ, പാവം. ഗുജറാത്തിലെ ഓക്കയിൽ എറണാകുളം പോകുന്ന ഓക്ക എറണാകുളം എക്സ്പ്രസ് ആണ് ഇപ്പം ഏഴിമല സ്കിപ്പ് അടിച്ചിട്ട് പോയത്. 76ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ ലിവറി അടിച്ചിട്ടുള്ള റോയപുരത്തിൻ്റെ ഹൈ റേസ് പാൻറ്റോഗ്രാഫ് ഒക്കെ ഉള്ള ലോക്കോ ആണ്. WP7 ആയിരുന്നു അതിൻ്റെ ലോക്കോ. ഈ ലോക്കോ ഞാനന്ന് ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റിയുടെ വീഡിയോ എടുക്കാൻ ട്രിച്ചിയിൽ പോയില്ലേ, ആ സമയത്ത് രാവിലെ കണ്ടിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോയുടെ ക്ലിപ്പ് അതിൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല, അത് ഞാൻ വിട്ടുപോയതാണ്. ഈ ലോക്കോയുടെ വീഡിയോ എടുത്തത് എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ. പിന്നെ ഓൺ ടൈമാണ് കേട്ടോ. ഓക്ക എറണാകുളം എന്തോ ഭാഗ്യത്തിന് ഓൺ ടൈമാണ് ഇന്ന്. കൊങ്കൺ വഴി വരുന്നതല്ലേ, അധികം തേച്ചിട്ടില്ല എന്ന് തോന്നുന്നു കൊങ്കൺ. അതുപോലെ ഇപ്പോൾ പോയ ഓക്ക എറണാകുളം, അതിന് തൊട്ട് മുന്നിൽ പോയ മംഗലാപുരം തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്സും ഇല്ലേ, ഇത് രണ്ടും തമ്മിൽ മുട്ടിയില്ല, തൊട്ടില്ല. കൊച്ചു പ്രേമൻ ഏതോ ഒരു സിനിമയിൽ പറയുന്നില്ല, തൊട്ടില്ല. അതുപോലെ ബാക്ക് ടു ബാക്ക് ആണ് ഈ 2 വണ്ടികളും പോകുന്നത്. സമയം അങ്ങനെ 4:45 കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ട്രെയിൻ സ്പോട്ടിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പം വരേണ്ട വണ്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് KSR ബംഗളൂരിലേക്ക് പോകേണ്ട എക്സ്പ്രസ് ഉണ്ട്. പിന്നെ കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂരിലേക്ക് പോകുന്ന പാസഞ്ചർ, പിന്നെ പരശുറാമൊക്കെ ഇവിടെ എത്തുമ്പോൾ 6:30 കഴിയും. അതുവരെ എന്നാലും ഞാൻ വീട്ടിലെത്താൻ ലേറ്റ് ആവും. ഒന്നാമത് വണ്ടിക്ക് ലൈറ്റൊക്കെ കുറവാണ്, രാത്രി ആയാലും ഭ്രാന്ത് വരും ഓടിക്കാൻ വേണ്ടിയിട്ട്. അത് മടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എന്തായാലും ട്രെയിനിൻ്റെ ഏകദേശം ഞാൻ എടുത്തു, ഫുൾ ഡേ തന്നെ എടുത്തു. രാവിലെ വന്നതല്ലേ, ഇപ്പം 5 മണിയാവാനായി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 നമുക്ക് അടിപൊളിയാക്കാം. ഒരുപാട് യാത്രകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറേ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം, ഒരുമിച്ച് ആസ്വദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി പുതുവത്സര ആശംസകൾ ഞാൻ നേരെയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.